വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കാട്ടുപോത്ത് ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചതിന് KCBCയെ വിമർശിച്ച വനം മന്ത്രിയുടെ പ്രതികരണം വിവാദത്തിൽ. KCBCയുടെ പ്രസ്താവന പ്രകോപനപരമാണെന്നും ഈ നിലപാട് KCBCയുടെ പാരമ്പര്യത്തിന് ചേരാത്തതാണെന്നുമായിരുന്നു മന്ത്രിയുടെ വിമർശനം. എന്നാൽ തങ്ങൾ ജനങ്ങളുടെ പക്ഷത്താണെന്നാണ് KCBCയുടെ മറുപടി. KCBCക്ക് പിന്തുണയുമായി കോൺഗ്രസും രംഗത്തെത്തി. മനുഷ്യന്റെ ജീവന് അവന്റെ സ്വത്തിന് അവന്റെ നിലനിൽപ്പിനുള്ള സാധ്യതകൾ ഒരുക്കുവാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ എവിടെയായിരുന്നാലും കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമൊക്കെയും കടപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ജനങ്ങളുടെ പ്രതിഷേധം അനുനയിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ KCBC നേതാക്കൾ പ്രകോപനപരമായ നീക്കം നടത്തിയെന്നാണ് മന്ത്രിയുടെ ആരോപണം. എരുമേലി സംഭവത്തിൽ മാത്രമല്ല, അടുത്തിടെ വനാതിർത്തികളിൽ വന്യമൃഗ ആക്രമണമുണ്ടായപ്പോഴെല്ലാം KCBC നേതാക്കൾ പക്വതയില്ലാതെ പെരുമാറിയെന്നത് മന്ത്രിയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. മതമേലധ്യക്ഷന്മാർ, പ്രത്യേകിച്ചും KCBCയെ പോലുള്ള സംഘടനകൾ, അവരോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, അവർ വളരെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സംഘടനയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അവർ എല്ലാ കാലത്തും പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് സമാധാനത്തോടുകൂടി പക്വതയോടുകൂടിയ തീരുമാനങ്ങളാണ് അവരെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അവർ സ്വീകരിച്ച നിലപാട് വാർത്തകൾ കേട്ടതിനനുസരിച്ചാണെങ്കിൽ അത് ആ പാരമ്പര്യത്തിന് ചേരുന്നതാണോ എന്ന് അവർ ദയവായി ആലോചിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. KCBC ജനങ്ങളുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കുന്നതെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നുമാണ് KCBCയുടെ മറുപടി. മന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ രൂക്ഷമായ വിമർശനം സഭാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. എരുമേലിയിലെ കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉത്തരവിറക്കിയപ്പോഴുള്ള ആശയക്കുഴപ്പമടക്കം ഇവർ സർക്കാരിന്റെ വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നു. KCBCയുടെ സർക്കാർ വിമർശനങ്ങൾക്ക് കോൺഗ്രസിന്റെ പിന്തുണയുമുണ്ട്. മതമേലധ്യക്ഷന്മാർ പറഞ്ഞതിൽ തെറ്റില്ലെന്ന് രമേശ് ചെന്നിത്തല. മലയോര മേഖലയിലെ ജനങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്നു, സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും വിമർശനം. ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്ന അവസ്ഥയാണ് ഇന്നത്തെ ഈ സന്ദർഭത്തിലുള്ളത്. മതമേലധ്യക്ഷന്മാർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. നിയമത്തിൽ ഭേദഗതി വരുത്തണമെങ്കിൽ വരുത്തണം, അതിനെന്താ തെറ്റ്? നിയമം ആർക്ക് വേണ്ടിയാ? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ. ഒരു കിഴങ്ങ് കൃഷിയില്ല, എല്ലാം പന്നി കുത്തിമലത്തി, ആന കയറി, ഒരു വാഴയില്ല, ഒരു സാധനമില്ല. അവർ ജീവിക്കണ ഇതുകൊണ്ടാണ്. അവരുടെ ഉപജീവന മാർഗം മുട്ടി, അവരുടെ ജീവൻ അരക്ഷിതത്വത്തിലാണ്. അപ്പോൾ ആ മേഖലയെ പ്രതിനിധാനം ചെയ്യുന്ന ബിഷപ്പുമാർ അതിനെതിരായിട്ട് പ്രതിഷേധിച്ചാൽ അതിലെന്താ തെറ്റ്? പ്രദേശത്തെ ജനവികാരമാണ് KCBCയുടെ നിലപാടുകൾക്ക് പിന്നിലെന്ന് സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്. KCBC ഉത്തരവാദിത്തമില്ലാത്തൊരു പ്രസ്ഥാനമൊന്നുമല്ല, കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റുകയില്ല. KCBC പറയുന്ന വികാരം ഒരുപക്ഷെ ആ മേഖലയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ആ മേഖലയിലെ ജനങ്ങളുടെ വികാരം സ്വാഭാവികമായിട്ട് അവരുടെ നേതാക്കന്മാര് അത് പറയുക എന്നുള്ളത് അവരുടെ സ്വാഭാവികമായി പറയുമല്ലോ. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ താമരശ്ശേരി രൂപതയും കാഞ്ഞിരപ്പള്ളി രൂപതയും രംഗത്ത് വന്നിട്ടുണ്ട്. വീട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പോലും കാട്ടുപോത്ത് കുത്തിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നത് പ്രകോപനപരമാണ് എന്ന് മന്ത്രി പറയുന്നത് മനസ്സിലാകുന്നില്ല. ഇവിടെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും അവകാശമില്ലാത്ത നാടായിട്ട് ഇത് മാറിയോ എന്നൊരു സംശയമാണ് ഉള്ളത്. പൊതുവായിട്ട് നാടിന്റെ ഒരു സുരക്ഷയുടെ ജീവൽ പ്രശ്നം വരുമ്പോൾ അവർ പ്രതികരിക്കും. അത് വൈകാരികമായിട്ട് പ്രതികരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ വില കുറച്ച് കാണിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? വൈകാരികമായിട്ട് പ്രതികരിച്ചാൽ എന്താണ് കുഴപ്പം? വനാതിർത്തികളിൽ ഗുരുതര സാഹചര്യം നിലനിൽക്കുമ്പോഴും സർക്കാർ വിഷയത്തെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നുവെന്നാണ് വിമർശനം. നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി വേണമെന്ന ആവശ്യം ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.